ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഞണ്ടിൻ്റെ അളവനുസരിച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി ഞണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞണ്ടൊക്കെ മസാലയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞണ്ടൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നാട്ടിലൊക്കെ വെച്ച് ഒരു ഭയങ്കര റോസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മളെ കൊതിപ്പിച്ചു. ഇപ്പം നേരിട്ട് കഴിച്ചപ്പോഴാണ് അറിയുന്നത് നല്ല ടേസ്റ്റാണ്. സൂപ്പർ, പറയാൻ അഭിപ്രായമില്ല.